ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് പുതിയൊരു മൂവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ ഗൗതം പല്ലവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവളുടെ വീട്ടിൽ നിന്നും ഒളിച്ചോടാൻ സഹായിക്കുന്നതാണ്. അവർ ഒളിച്ചോടുന്ന ഓട്ടോക്കാരൻ വിചാരിക്കുന്നത് ഗൗതം തന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട് പല്ലവിയെ കൊണ്ടുപോവുകയാണെന്നാണ്. എന്നാൽ വിവാഹം നടക്കുന്ന അമ്പലത്തിലെത്തി കഴിയുമ്പോഴാണ് ഓട്ടോക്കാരൻ സത്യം മനസ്സിലാക്കുന്നത്. ഗൗതം തന്റെ അച്ഛനായ കാർത്തിക്കിന് വേണ്ടിയിട്ടാണ് പല്ലവിയെ വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടു വന്നതെന്ന്. ഗൗതമിന്റെ അച്ഛൻ കാർത്തിക്കും പ്രായം തീരെ കുറവായ പല്ലവിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പല്ലവിയുടെ വീട്ടുകാര് ഈ ബന്ധത്തെ എതിർത്തിരുന്നു. പക്ഷെ പരസ്പരം ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നവർക്കിടയിൽ ഏജ് ഒന്നും ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ഗൗതം തന്റെ അച്ഛൻ കാർത്തിക്കിന്റെ വിവാഹം അവിടെ വെച്ച് ഭംഗിയെ നടത്തി കൊടുക്കുന്നു. അടുത്തതായിട്ട് നമ്മളെ കാണിക്കുന്നത് രാമലിംഗം എന്ന് പറയുന്ന ഒരു ഡിവോഴ്സ് വക്കീലിനെയാണ്. അയാളുടെ അടുത്തേക്ക് അയാളുടെ ഒരു ഫ്രണ്ട് തന്റെ മകളുടെ ഡിവോഴ്സ് കേസുമായിട്ട് വരുന്നുണ്ട്. തനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് പോലും മകൾ അവളുടെ ഇഷ്ടത്തിന് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണെന്നും ഇപ്പോൾ 1 വർഷത്തിൽ പിരിയാൻ പോവുകയാണെന്നും ആ കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ ഒരിക്കലും തന്റെ മകൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് രാമലിംഗം പറയുന്നു. എന്നാൽ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നും അവൾ കൂട്ടുകാരിന്റെ അടുത്ത് പോകുന്നു പറഞ്ഞിട്ട് കാമുകനെ കാണാനാ പോകുന്നതെന്ന് രാമലിംഗത്തിന്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ രാമലിംഗം തന്റെ മകളുടെ മേലും ഒരു കണ്ണ് വെക്കുന്നു. അവൾ ഫോൺ ചെയ്യുന്ന ആരെയാണെന്ന് ചോദിക്കുമ്പോൾ കള്ളത്തരമൊന്നും പറയാതെ താൻ ഗൗതമിനെയാണ് വിളിക്കുന്നതെന്ന് പറയുന്നു. പുറത്തേക്ക് പോകുമ്പോൾ നീ ആരെ കാണാനാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ താൻ ഗൗതമിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോവുകയാണെന്ന് അവൾ പറയുന്നു. തന്റെ മകൾ സത്യസന്ധയാണെന്നും ഗൗതം എന്ന ഫ്രണ്ടിന്റെ കൂടെയാണ് അവൾ പുറത്തേക്ക് പോകുന്നതെന്നും രാമലിംഗം വിചാരിക്കുന്നു. എന്നാൽ രാമലിംഗത്തിന്റെ ഒരു അസിസ്റ്റന്റ് അയാളോട് പറയുന്നുണ്ട് ചിലപ്പോൾ ഈ ഗൗതം അവളുടെ ബോയ്ഫ്രണ്ട് ആകാൻ സാധ്യതയുണ്ട്. അത് കേട്ടതോടെ രാമലിംഗം ആകെ ടെൻഷനായി. തന്റെ മകളോട് അവൻ ബോയ്ഫ്രണ്ട് ആണോ അതോ ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ മകൾ നിത്യ പറയുന്നുണ്ട് അവൻ തന്റെ ബോയ്ഫ്രണ്ട് ആണെന്ന്. താൻ അവനെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പറയുന്നു. അതോടെ രാമലിംഗം അവളോട് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഒരു ദിവസം അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ. അങ്ങനെ നിത്യയുടെ നിർബന്ധപ്രകാരം ഗൗതം അവിടേക്ക് വരുന്നു. നിത്യയും ഗൗതവും ആർക്കിടെക്ട്സ് ആയിരുന്നു. ഗൗതം ഇപ്പോൾ നിൽക്കുന്ന കമ്പനിയിൽ നിന്നും നിത്യ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് ഉടനെ തന്നെ അവൻ ജോയിൻ ചെയ്യാനിരിക്കുകയാണ്. അവർ തമ്മിൽ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയതെന്നും എങ്ങനെയാണ് പ്രണയം ആരംഭിച്ചതെന്നും നിത്യയുടെ അച്ഛൻ ചോദിച്ചതും ഗൗതം ആ കഥകളെല്ലാം പറയുന്നു. ഗൗതം തന്റെ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കേരളത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അന്ന് സ്വന്തം നാട്ടിലെ ഫുഡ് മിസ് ചെയ്തുകൊണ്ടിരുന്ന അവന് പെട്ടെന്ന് തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഹൈദരാബാദി ഫുഡിന്റെ സ്മെല്ല് വരുന്നു. അവൻ പോയി നോക്കുമ്പോൾ കാണുന്നത് നിത്യ അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നു. അവളോട് സംസാരിച്ച് തനിക്കും ആ ഫുഡ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അവൻ ചെന്നെങ്കിലും അയൽവീട്ടിലെ പയ്യൻ തന്നെ ശല്യം ചെയ്യാൻ വരികയാണെന്ന് കരുതിയിട്ട് നിത്യ ആദ്യം അവനെ അവോയ്ഡ് ചെയ്യുന്നു. നിത്യയും കുറച്ച് ദിവസമായിട്ട് മറ്റൊരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ താമസിക്കുകയായിരുന്നു. എന്നാൽ അവളുടെ വർക്ക് സൈറ്റിൽ വെച്ചിട്ട് ചില തൊഴിലാളികൾ മലയാളത്തിൽ അവളെ പറ്റി എന്തൊക്കെയോ മോശമായിട്ട് പറയുന്നത് അവൾ കേൾക്കുന്നു. അതെല്ലാം അവൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവൾക്ക് മലയാളം അറിയാത്തത് കാരണം അതറിയാവുന്ന ആരോടെങ്കിലും ഇവരെന്താ പറഞ്ഞതെന്ന് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് കരുതിയിട്ട് അവൾ ആ റെക്കോർഡിംഗുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോഴാണ് കാർത്തിക് അവിടെ വന്ന ജോലിക്കാരിയോട് മലയാളത്തിൽ സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നത്. കാർത്തികിന് മലയാളം കേട്ടാൽ മനസ്സിലാകുമെന്ന് അറിഞ്ഞതോടുകൂടി അവനോട് നിത്യ ഹെൽപ്പ് ചോദിക്കുന്നു. ആ റെക്കോർഡിംഗ് അവനെ കേൾപ്പിച്ച ഉടനെ തന്നെ അവരെന്താ പറഞ്ഞതെന്ന് നിത്യയോട് അവൻ പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട് ശരിക്കും നിത്യക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താണെങ്കിലും നാളെ വർക്ക് സൈറ്റിൽ പോയിട്ട് അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കണമെന്ന് അവൾ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിറ്റേന്ന് വർക്ക് സൈറ്റിൽ ചെന്നതും അവർക്കെതിരെ അവൾ കംപ്ലൈന്റ് കൊടുത്തു. അവരുടെ എല്ലാം ജോലി നഷ്ടമാവുകയും ചെയ്തു. അന്ന് വൈകുന്നേരം അവൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഗൗതമനെ കണ്ടിട്ട് അവനോട് പറയുന്നുണ്ട് തനിക്കും കൂടി മലയാളം പഠിപ്പിച്ചു തരാമോ എന്ന്. മലയാളം പഠിപ്പിച്ചു തരാം, അതിന് പകരമായിട്ട് നീ ഉണ്ടാക്കുന്ന ഹൈദരാബാദി ഫുഡ് എനിക്കും കൂടി തരണമെന്ന് അവൻ പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ആദ്യം ക്ലോസ് ഫ്രണ്ട്സ് ആകുന്നു. അവൻ അവൾക്ക് മലയാളം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. താൻ ഉണ്ടാക്കുന്ന ഫുഡിന്റെ ഒരു ഷെയർ അവൾ അവന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കും ഒരു ദിവസം നിത്യ പരാതി കൊടുത്തത് കാരണം ജോലി നഷ്ടപ്പെട്ട ആ ആൾക്കാരാകട്ടെ നിത്യയെ ശല്യം ചെയ്യാൻ വരുന്നു. അന്ന് അവൾ ഹെൽപ്പിന് വിളിച്ചത് ഗൗതമനെയായിരുന്നു. അവൾക്ക് വേണ്ടി അവനാകട്ടെ അവരോട് അടിയുണ്ടാക്കിയതും ആ നിമിഷം പതിയെ പതിയെ നിത്യക്ക് അവനോട് പ്രണയം തോന്നാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ റിലേഷൻഷിപ്പിലാകുന്നത്. ഇതെല്ലാം കേട്ടിട്ട് നിത്യയുടെ അച്ഛന് ദേഷ്യം വരുന്നുണ്ട്. ഇതൊന്നും അത്ര സീരിയസ് റിലേഷൻഷിപ്പ് അല്ല എന്നായിരുന്നു അയാളുടെ ന്യായം. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട് ഞങ്ങൾ ഇതുവരെയും വഴക്കിട്ടിട്ടില്ല എന്ന്. ഞങ്ങൾ വളരെ സ്നേഹത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ സ്നേഹമുള്ളിടത്ത് വഴക്കുണ്ടാകുമെന്ന് അയാൾ പറയുന്നു. പരസ്പരം വഴക്കിടാത്ത ആൾക്കാര് തമ്മിൽ അത്രയധികം പ്രണയിക്കുന്നില്ല. ഒരു തവണ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടതിന്റെ പേരിൽ വാട്സപ്പിൽ ബ്ലോക്ക് പോലും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ അത്രയധികം പ്രണയമൊന്നുമില്ല. ഇയാൾ എന്തൊക്കെ പറയുന്നതെന്ന് ഗൗതമൻ ചിന്തിക്കുന്നു. എന്താണെങ്കിലും നിങ്ങളുടെ ബന്ധത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ എനിക്കിപ്പോൾ പറ്റില്ല, കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞിട്ട് ഗൗതമനെ അയാൾ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. അവളുടെ അച്ഛൻ അവനോട് അങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവൻ നിത്യയോട് പറയുന്നു. അച്ഛൻ പതിയെ കൊണ്ട് എല്ലാം സമ്മതിക്കുമെന്നാണ് നിത്യ പറയുന്നത്. അതിനിടയ്ക്ക് ഗൗതമിന്റെ അച്ഛൻ കാർത്തികാകട്ടെ പല്ലവി എന്ന് പറയുന്ന പെൺകുട്ടിയെ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണ്. ഇപ്പോൾ 3 മാസമായി. തന്റെ പ്രായമുള്ള ആളെ തന്റെ മകൾ വിവാഹം കഴിച്ചത് പല്ലവിയുടെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സംഭവങ്ങളൊക്കെ അറിഞ്ഞ് പല്ലവിയുടെ വീട്ടുകാർ അവിടെ എത്തിയെങ്കിലും ഇയാളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് വരാനായിരുന്നു അവളോട് അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പല്ലവിയെ ഗൗതം ചെറിയമ്മയെന്നായിരുന്നു വിളിച്ചിരുന്നത്. തന്റെ അച്ഛൻ വീണ്ടും ഒരു അച്ഛനാകാൻ പോകുന്ന അറിഞ്ഞിട്ട് ഗൗതം ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇവിടെ രാമലിംഗത്തിന്റെ അടുത്ത് അയാളുടെ ഫ്രണ്ടാകട്ടെ വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികള് അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാനാ പോകുന്നതെന്ന്. ഈ അടുത്തിടെയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇത് കേട്ടതോടുകൂടി രാമലിംഗം ആകെ ടെൻഷനിലായി. നിത്യാകട്ടെ അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അയാൾ ആകെ ടെൻഷനോടുകൂടി അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് നിത്യയും ഗൗതമും കഴുത്തിൽ മാലയിട്ട് നിൽക്കുന്നതാണ്. ഇവർ തമ്മിൽ കല്യാണം കഴിച്ചു എന്ന് കരുതി ആകെ
സങ്കടത്തിൽ അവിടേക്ക് ഓടിയെത്തുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത് അത് ആ അമ്പലത്തിലെ ഒരു ചടങ്ങാണെന്ന്. അവിടെ വരുന്ന എല്ലാവർക്കും മാലയിട്ട് കൊടുക്കും. തന്റെ മകൾ ഒളിച്ചോടി വിവാഹം കഴിക്കുമെന്ന് പേടിച്ചിട്ട് അയാൾ ഇവരുടെ വിവാഹം നടത്താമെന്ന് സമ്മതിക്കുന്നു. ഗൗതമിന്റെ വീട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് രാമലിംഗം പിറ്റേന്ന് ഗൗതമിന്റെ വീട്ടിലേക്ക് വരുന്നു. അവിടെ വെച്ചാണ് ഗൗതമിന്റെ അച്ഛൻ രണ്ടാമത് ഒരു ചെറിയ പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചതെന്നും അവൾ ഇപ്പോൾ 3 മാസം പ്രഗ്നന്റ് ആണെന്നും അറിയുന്നത്. അതൊക്കെ കേട്ടപ്പോൾ തന്നെ രാമലിംഗത്തിന് ഈ കുടുംബം അത്ര നല്ലതല്ല എന്ന് തോന്നാൻ തുടങ്ങി. എന്നാൽ നിത്യ പറയുന്നുണ്ട് സ്വന്തം അച്ഛൻ മറ്റൊരാളെ പ്രണയിച്ചപ്പോൾ അവരുടെ വിവാഹം മുൻകൈയെടുത്ത് നടത്തിക്കൊടുത്ത ഗൗതമിനെ തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന്. ആ കുടുംബത്തെ അധികം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തന്റെ മകളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് രാമലിംഗം പറയുന്നുണ്ട് വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കാം, പക്ഷെ ഗ്രാൻഡായിട്ട് നടത്തി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം നിങ്ങളുടെ ഈ കുടുംബത്തെ പറ്റിയൊക്കെ അറിയും, അതെനിക്ക് നാണക്കേടാ, അതുകൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് നടത്തിയാൽ മതിയെന്ന്. ഗൗതമിന് അതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. വെറുതെ ഒരു ഒപ്പിട്ട് കഴിഞ്ഞാൽ എങ്ങനെ മാരേജ് ആകുന്നത്, നമുക്ക് ഗ്രാൻഡായിട്ട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ നിത്യ പറയുന്നുണ്ട് എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല, അച്ഛൻ ഇത്രയെങ്കിലും സമ്മതിച്ചത് തന്നെ വലിയ കാര്യമാ, എങ്ങനെയെങ്കിലും നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് നമ്മുടെ വിവാഹം നടത്താമെന്ന്. അവസാനം നിത്യയുടെ നിർബന്ധത്തിന് ഗൗതമും അത് സമ്മതിക്കുന്നു. രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് തീയതി എടുക്കണം, അതിനു മുമ്പ് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റ് എല്ലാം ഹാജരാക്കണമെന്ന് നിത്യ പറയുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ അവർ റെഡിയാക്കിയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഗൗതം നിത്യയുടെ ഓഫീസിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു. അവർക്ക് പുതിയൊരു ടീം ലീഡർ വരാൻ പോകുന്നെന്ന് നിത്യയിൽ നിന്നും ഗൗതം അറിഞ്ഞു. എല്ലാവരും തങ്ങളുടെ പുതിയ ടീം ലീഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കും ഗൗതമിന്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് നേരെ പോകുന്നത് ടാറ്റു സെന്ററിലേക്കാണ്. തനിക്ക് ഒരു ടാറ്റു റിമൂവ് ചെയ്യാനുണ്ടെന്ന് അവൻ പറയുന്നു. പക്ഷെ അവിടെ വെച്ച് അവൻ അവന്റെ അച്ഛനെ കാണുന്നു. പല്ലവിയുടെ പേര് നെഞ്ചിൽ ടാറ്റു അടിക്കാൻ വന്നതായിരുന്നു അവന്റെ അച്ഛൻ. നീ എന്തിനാ ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ ഗൗതമിന് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അവൻ കള്ളം പറയാൻ ശ്രമിച്ചെങ്കിലും അവന്റെ അച്ഛൻ കണ്ടുപിടിക്കുന്നു. അവന്റെ ചെസ്റ്റിലായിട്ട് ഒരു പെൺകുട്ടിയുടെ പേര് ടാറ്റു ചെയ്തിട്ടുണ്ട്. ദിയ എന്നായിരുന്നു അത്. ആരാ ഈ ദിയ എന്നും നീ നിത്യ ചതിക്കുകയാണോ എന്നും അവന്റെ അച്ഛൻ ചോദിക്കുമ്പോഴാണ് ഗൗതം പറയുന്നത് ദിയ തന്റെ എക്സ് ആണെന്ന്. അവൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. സ്റ്റുഡന്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു അന്ന് ഗൗതം. കോളേജിലെ വാഷ്റൂം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിട്ടും അത് നന്നാക്കി കൊടുക്കാത്തതിന്റെ പേരിൽ കൃഷ്ണപ്രസാദ് എന്ന് പറയുന്ന അവിടുത്തെ പ്രിൻസിപ്പലിന്റെ അടുത്ത് അവൻ പോയി കംപ്ലൈന്റ് കൊടുത്തു. അയാൾ അതിന് പരിഹാരം കാണാത്ത കാരണം ദേഷ്യം വന്ന ഗൗതമാകട്ടെ അന്നു മുതൽ അയാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ബാത്റൂം ആയിരുന്നു യൂസ് ചെയ്യുന്നത്. കൂടാതെ മറ്റു കുട്ടികളോടും അത് യൂസ് ചെയ്യാൻ പറയുന്നു. ആ സംഭവത്തിൽ തുടങ്ങി കൃഷ്ണപ്രസാദും ഗൗതമും തമ്മിൽ എപ്പോൾ കണ്ടാലും എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടാകും. പക്ഷെ കൃഷ്ണപ്രസാദ് അറിയാതെ ഗൗതം അയാളുടെ മകൾ ദിയയെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പ് വെച്ചിട്ട് അച്ഛനുമായിട്ട് നീ എന്തിനാ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പലപ്പോഴും ദിയ ഗൗതമിനോട് ചോദിക്കുമ്പോൾ അയാളുടെ സ്വഭാവം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് അവൻ പറയുന്നത്. ദിയയ്ക്ക് തന്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നെങ്കിൽ മാത്രമേ തങ്ങളുടെ വിവാഹത്തിന് അച്ഛൻ സമ്മതിക്കുമെന്ന് ദിയയ്ക്ക് അറിയാം. ദിയയെ പ്രണയിക്കുന്ന സമയത്തെല്ലാം തന്നെ ഒരുപാട് സിനിമകൾ ഗൗതം കാണുമായിരുന്നു. ആ സിനിമയിലെ പല സീൻസും ഇവരുടെ റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്ക് അവൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയിരിക്കും ഒരു ദിവസം ദിയയുടെ കോളുകൾ വരാതെയായി. അന്വേഷിച്ചപ്പോഴാണ് അവന് മനസ്സിലായത് ദിയയുടെ അച്ഛൻ കൃഷ്ണപ്രസാദ് ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി എല്ലാം അറിഞ്ഞുവെന്നും ദിയെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണെന്നും. അങ്ങനെ അച്ഛന്റെ കണ്ണു വെട്ടിച്ച് ദിയ ഒരു തവണ ഇവനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു. കൃഷ്ണപ്രസാദ് സമ്മതിച്ചിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകില്ല എന്നും നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്നുമാണ് ഗൗതം പറയുന്നത്. അതും അവനൊരു സിനിമയിൽ കണ്ടതായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത പ്രകാരം രണ്ടുപേരും വീട്ടുകാരറിയാതെ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തി. സത്യമൂർത്തി എന്നായിരുന്നു അവിടെ ഇരുന്ന ഓഫീസറിന്റെ പേര്. അയാളുടെ മുന്നിൽ വെച്ചിട്ട് തങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് അവർ പറയുന്നു. എന്നാൽ ആരുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി ഇങ്ങനെ ഒന്ന് വിവാഹം കഴിക്കുന്നത് ശരിയല്ല എന്നും കുറച്ചുനാൾ കഴിയുമ്പോൾ നിങ്ങൾ വെറുതെ തല്ലിപ്പിരിയുന്നൊക്കെ അയാൾ പറഞ്ഞെങ്കിലും ഗൗതം അയാളെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ നമ്പർ 1 കപ്പിളാണെന്നും ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല, ഞങ്ങൾ ഒരിക്കലും പിരിയില്ല, അത്ര ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾ പ്രണയിക്കുന്നതെന്നൊക്കെയാണ് ഗൗതം പറയുന്നത്. ഞങ്ങൾ എല്ലാവർക്കും മാതൃകാ ദമ്പതികളായിരിക്കും, ഞങ്ങളെപ്പോലുള്ള കപ്പിൾസിനെ ഓർത്ത് വെക്കണമെന്നും പറഞ്ഞിട്ട് അയാളെ വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടായിരുന്നു അവൻ രജിസ്റ്ററിൽ ഒപ്പിട്ടത്. അങ്ങനെ രണ്ടുപേരുടെ വിവാഹം വീട്ടുകാരറിയാതെ നടന്നു. കഥ എത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൗതമിനോട് അച്ഛൻ ചോദിക്കുന്നുണ്ട് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന്. അന്നങ്ങനെ വിവാഹം കഴിച്ചെങ്കിലും പിന്നീട് ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്നാണ് അവൻ പറയുന്നത്. അതായത് അവരിപ്പോഴും ഡിവോഴ്സ് ആയിട്ടുണ്ടായിരുന്നില്ല. രണ്ടുപേരും വിവാഹം കഴിച്ചതായിട്ട് തന്നെയാണ് രജിസ്റ്റർ ഓഫീസിൽ കിടക്കുന്നത്. അവളുടെ പേര് സ്വന്തം നെഞ്ചില് ടാറ്റു അടിച്ചിട്ടുണ്ട്. ടാറ്റു റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ധർമ്മസങ്കടത്തിലായി ഗൗതം. അതിനിടയ്ക്ക് അവനെ നിത്യ വിളിച്ചിട്ട് പറയുന്നുണ്ട് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് തീയതി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പേഴ്സ് നീ സബ്മിറ്റ് ചെയ്യണം, അങ്ങോട്ടേക്ക് ചെല്ലാൻ. അവൻ ആദ്യം വിവാഹം കഴിച്ച അതേ രജിസ്റ്റർ ഓഫീസിലേക്കാണ് അവൻ പോകുന്നത്. ഒരു കാരണവശാലും ആ ഓഫീസർ ആയിരിക്കില്ല എന്ന് വിചാരിച്ച് പോയെങ്കിലും അവന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് സത്യമൂർത്തി തന്നെയായിരുന്നു അവിടെ ഇരുന്നത്. അയാൾക്ക് തന്നെ ഒരു കാരണവശാലും ഓർമ്മ കാണരുതെന്നായിരുന്നു അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നിത്യയുടെ കൂടെ പോയി ആ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുമ്പോൾ അവന്റെ പേര് കണ്ടതും സത്യമൂർത്തിക്ക് ഓർമ്മ വരുന്നു. കാരണം ഒരു കാരണവശാലും ഇവന്റെ പേര് മറക്കരുത്, തങ്ങൾ ഐഡിയൽ കപ്പിളായിരിക്കും എന്നൊക്കെ ഇയാളുടെ മുന്നിൽ വീമ്പടിച്ചിട്ടല്ലേ അവൻ പോയത്. അന്ന് മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിച്ച് ഇവൻ വീണ്ടും വിവാഹം കഴിക്കാൻ വേറൊരു പെൺകുട്ടിയായിട്ട് വന്നത് സത്യമൂർത്തിയുടെ മനസ്സിൽ പല ഡൗട്ടുകൾക്കും കാരണമായി. ആ സമയം അയാൾ അവനോട് ഒന്നും തന്നെ ചോദിച്ചില്ല. എല്ലാം ഒന്ന് കൺഫേം ചെയ്തിട്ട് ചോദിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു അയാൾ. എന്നാൽ ഗൗതം വിചാരിക്കുന്നു അയാൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന്. ആ ഒരു സന്തോഷത്തിൽ അവൻ വീട്ടിലേക്ക് പോയി. പക്ഷെ വീണ്ടും അവന്റെ ഒരു ആധാറിന്റെ കോപ്പി മിസ്സായി പോയി, ഒന്നുകൂടി തരണോന്ന് പറഞ്ഞിട്ട് ആ രജിസ്ട്രാർ അവനെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. ഈ പ്രാവശ്യം അവൻ ചെന്നു കഴിഞ്ഞപ്പോൾ അയാളാകട്ടെ തെളിവുകളെല്ലാം നിരത്തി വെച്ചുകൊണ്ട് അവനോട്
പറയുന്നുണ്ട്, ഒരു തവണ നിന്റെ വിവാഹം കഴിഞ്ഞതല്ലേ, അത് ഡിവോഴ്സ് ആകാതെ രണ്ടാമത് നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന്. അതിന്റെ ഡിവോഴ്സ് പേപ്പർ സബ്മിറ്റ് ചെയ്തെങ്കിലേ പറ്റൂ. ഇവൻ സത്യമൂർത്തിയോട് കുറെ റിക്വസ്റ്റ് ചെയ്യുന്നു, തന്റെ അവസ്ഥയൊക്കെ പറഞ്ഞു നോക്കുന്നു. എന്നാൽ എന്തൊക്കെ പറഞ്ഞാലും ഡിവോഴ്സ് പേപ്പർ കാണിക്കാതെ രണ്ടാമത് വിവാഹത്തിന് തീയതി തരില്ല എന്നായിരുന്നു അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ രാമലിംഗം ആകട്ടെ നിത്യയുടെയും ഗൗതമിന്റെ വിവാഹത്തിന് സമ്മതിച്ചെങ്കിലും ഗൗതം കാണിക്കുന്ന എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ കാത്തിരിക്കുകയായിരുന്നു അയാൾ. അങ്ങനെയാണെങ്കിൽ അതും പറഞ്ഞിട്ട് ഈ വിവാഹം മുടക്കാം. ഗൗതം ആകട്ടെ എങ്ങനെ ദിയയുമായിട്ടുള്ള ഡിവോഴ്സ് പേപ്പർ സംഘടിപ്പിക്കുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. കാരണം ദിയ എവിടെയാണെന്ന് പോലും അവൻ അറിയില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ അവളെ തെരഞ്ഞെങ്കിലും ഒരിടത്തു നിന്ന് അവളെ കണ്ടെത്താൻ സാധിച്ചില്ല. അന്ന് വൈകുന്നേരം ചെറിയമ്മയുടെ അച്ഛന്റെയും കൂടെ അമ്പലത്തിൽ പോയപ്പോ യാദൃച്ഛികമായിട്ട് അവൻ അവിടെ വെച്ച് ദിയയെ കാണുന്നു. ആകെ സന്തോഷത്തില് അവനാകട്ടെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. നീ എനിക്ക് ഡിവോഴ്സ് തന്നെങ്കിലേ പറ്റൂ. നമ്മൾ തമ്മിൽ അന്ന് അറിവില്ലാത്ത പ്രായത്തിൽ കല്യാണം കഴിച്ചെങ്കിലും ഡിവോഴ്സ് ആകാത്തത് കാരണം എനിക്കിപ്പോൾ വേറൊരു വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെ ലൈഫിന് നല്ലത് നമ്മൾ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ആകുന്നതാണ്. ദിയയ്ക്കാകട്ടെ ഇവനെ കണ്ടിട്ട് ദേഷ്യം വന്ന് നിൽക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഗൗതമിന്റെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട് ദിയയുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല. ഇവർ തമ്മിൽ ഡിവോഴ്സ് ആകുന്നതിന് മുൻപ് തന്നെ ദിയ മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവളെ സംബന്ധിച്ച് ഇവന്റെ കൂടെ ഡിവോഴ്സ് പേപ്പർ ഒന്നും തന്നെ ശരിയാക്കേണ്ട കാര്യമല്ല. അവളുടെ ജീവിതത്തിൽ മൂവ് ഓൺ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. താനിനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുകയായിരുന്നു ഗൗതം. തന്റെ ആദ്യത്തെ മാരേജിനെ പറ്റി നിത്യ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അവന് നന്നായിട്ട് അറിയാം. ഇതിപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് മാരേജ് നടത്തിയെങ്കിൽ മാത്രമേ ഈ സത്യങ്ങൾ അവരറിയൂ. പുറത്തല്ലാതെ ഗ്രാൻഡ് ആയിട്ടൊരു മാരേജ് നടത്തി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അത് കാരണം തന്റെ അച്ഛനെ കൊണ്ട് രാമലിംഗത്തിനോട് വിളിച്ചു പറയുന്നുണ്ട്, രജിസ്റ്റർ ഓഫീസിലൊക്കെ വെച്ചിട്ട് നമുക്ക് മാരേജ് നടത്തേണ്ട കാര്യമുണ്ടോ, അല്ലാതെ എല്ലാരും വിളിച്ചുകൂട്ടി നല്ലൊരു കല്യാണം തന്നെ നമുക്ക് നടത്തിക്കൂടെ എന്ന്. എന്നാൽ അതൊന്നും വേണ്ട, രജിസ്റ്റർ ഓഫീസിലെ മാരേജ് തന്നെ മതിയെന്നായിരുന്നു അവരുടെ നിർബന്ധം. പിന്നീട് കാണിക്കുന്നത് ഗൗതമിന്റെ ചെറിയമ്മയുടെ ബേബി ഷവറിന്റെ ചടങ്ങുകൾ നടക്കുന്ന ഫംഗ്ഷനിലേക്ക് അവന്റെ അച്ഛന് ക്ഷണിച്ചത് പ്രകാരം നിത്യയും രാമലിംഗവും വരുന്നതാണ്. അവിടെ വെച്ച് ഒന്നുകൂടി അയാളോട് മാരേജ് ഗ്രാൻഡായിട്ട് നടത്തുന്നതിനെ പറ്റി ഗൗതമിന്റെ അച്ഛൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം നിത്യാകട്ടെ ഗൗതമിന്റെ റൂമിലേക്ക് പോയി. അവൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കഴുത്തിലൂടെ അവൻ ടവൽ ഇട്ടിട്ടുമുണ്ട്. അവന്റെ നെഞ്ചിലെ ടാറ്റു നിത്യ കാണുമോ എന്ന് ഗൗതമിന്റെ അച്ഛന് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സൈഡില് ടാറ്റുവിന്റെ ഒരു ഭാഗം കണ്ടിട്ട് ഇതെന്താണെന്ന് അവൾ ചോദിക്കുന്നു. തന്റെ പേരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടവല് മാറ്റി അവൾ നോക്കിയപ്പോ കാണുന്നത് ഇന്ത്യ എന്നായിരുന്നു. ടാറ്റു റിമൂവ് ചെയ്യാൻ പറ്റാത്തത് കാരണം ദിയയുടെ ഇപ്പുറത്ത് അയ്യോ എന്നും കൂടി അവൻ ടാറ്റു ചെയ്തു. അങ്ങനെ സ്വന്തം രാജ്യത്തിനുള്ള സ്നേഹം കൊണ്ട് രാജ്യത്തിന്റെ പേര് തന്നെ താൻ ടാറ്റു അടിച്ചതാണെന്ന് അവൻ നിത്യയോട് പറയുന്നു. വിചിത്രമായിട്ട് തോന്നിയെങ്കിലും നിത്യ അതൊക്കെ അങ്ങ് വിശ്വസിച്ചു. ബേബി ഷവർ ഫംഗ്ഷനില് പല്ലവിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നെങ്കിലും അധിക നേരമൊന്നും അവിടെ നിന്നില്ല. ജസ്റ്റ് അവൾക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. നിത്യയുടെ അച്ഛനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൗതം അയാളോട് പറയുന്നുണ്ട്, വിവാഹം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ചേർന്ന് ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആഘോഷമാണെന്നും അത് രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് നടത്തേണ്ടതല്ല എന്നും. എന്നാൽ നിത്യ പറയുന്നുണ്ട്, ഒരുപാട് ആഘോഷത്തിനൊന്നും ആവശ്യമില്ല, നമ്മൾ രണ്ടുപേർക്കിടയിൽ നടക്കുന്നത് മാത്രമാണ് വിവാഹം, അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നടത്തിയാൽ മതിയെന്ന്. ഇനി അതിലൊരു മാറ്റം ഇല്ലാന്ന് അവള് പറയുന്നു. എത്രയൊക്കെ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവർ സമ്മതിക്കാത്തത് കാരണം ഇനിയിപ്പോൾ സത്യമൂർത്തി പറഞ്ഞ പോലെ ഡിവോഴ്സ് പേപ്പർ എങ്ങനെയെങ്കിലും കൊണ്ടുചെന്നെങ്കിലേ പറ്റൂ. എത്ര ആലോചിച്ചിട്ടും അതെങ്ങനെ നടത്തുമെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആ സമയം അവന്റെ മനസ്സിൽ മറ്റൊരു ഐഡിയ തോന്നുന്നു. തന്റെ ആദ്യ ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അയാൾ ഉറപ്പായിട്ടും രണ്ടാമത്തെ കല്യാണത്തിന് സമ്മതിക്കും. അത് കാരണം അവൻ ഫേക്ക് ആയിട്ട് ദിയ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി സത്യമൂർത്തിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു. ഓൾറെഡി സത്യമൂർത്തിയുടെ ഭാര്യ മരിച്ചിട്ട് അയാൾ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അത് കാരണം അയാളെ ആ ഒരു രീതിയിൽ ഇമോഷണലി അവൻ അപ്രോച്ച് ചെയ്യുന്നതോടുകൂടി അയാൾ അത് വിശ്വസിക്കുകയും അവനോട് എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹത്തിന് ഡേറ്റ് എടുത്ത് തരാമെന്ന് പറയുകയും ചെയ്തു. അതിനിടയ്ക്ക് രാമലിംഗത്തിന്റെ അടുത്ത് അയാളുടെ ഒരു ശിഷ്യൻ വരുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അവന്റെ പേര് ഗുണശേഖരൻ എന്നായിരുന്നു. അയാൾ ഒരു ഡിവോഴ്സ് വക്കീലായിരുന്നു. ഗുരുപൂർണിമയെന്ന് പറഞ്ഞിട്ട് തന്റെ ഗുരുവിന്റെ കാല് കഴുകാനായിരുന്നു അയാൾ വന്നത്. എല്ലാ മാസവും ഇങ്ങനെ തന്റെ വീട്ടിൽ വരികയും തന്റെ ശിഷ്യൻ തന്റെ കാല് കഴുകുകയും ചെയ്യുന്നത് രാമലിംഗത്തിന് ഇഷ്ടമല്ല. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും ഗുണശേഖരൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. രാമലിംഗത്തിനെ നിത്യയെല്ലാം തന്നെ ഗുണശേഖരന് നല്ല പരിചയമുണ്ട്. സീൻ അവിടെ നിന്നും കട്ടായി നമ്മളെ വീണ്ടും നിത്യയുടെയും ഗൗതമിന്റെ ഓഫീസാണ് കാണിക്കുന്നത്. അവർക്കൊരു പുതിയ ടീം ലീഡർ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് മറ്റാരും ആയിരുന്നില്ല, അത് നമ്മുടെ ദിയയായിരുന്നു. ദിയയെ പെട്ടെന്ന് ആ ഒരു പോസ്റ്റിൽ കണ്ടതും ഗൗതം ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഗൗതമും ദിയയും തമ്മിലുള്ള പൂർവ്വകാലത്തെ പറ്റി ഒന്നും തന്നെ നിത്യയോട് ഇതുവരെയും ഗൗതം പറഞ്ഞിട്ടില്ല. ഇവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ദിയയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നിത്യ ഇവൻ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും തങ്ങളുടെ പൂർവ്വകാലത്തെ പറ്റിയൊന്നും തന്നെ ഇവളോട് പറഞ്ഞിട്ടില്ല എന്നും. തന്റെ പേര് ഗൗതം നെഞ്ചിൽ ടാറ്റു അടിച്ചിരുന്നത് റിമൂവ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടാറ്റുവിന്റെ കാര്യങ്ങൾ പലതും ദിയ എടുത്തിടുന്നുണ്ട്. ആ സമയം നിത്യ പറയുന്നുണ്ട് ഗൗതമും അവന്റെ ശരീരത്തിൽ ടാറ്റു അടിച്ചിട്ടുണ്ട്, രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട് ഇന്ത്യ എന്നാ അടിച്ചിരിക്കുന്നതെന്ന്. അത് കേട്ടതോടെ ദിയയ്ക്ക് മനസ്സിലായി തന്റെ പേരിന്റെ കൂടെ അവൻ അങ്ങനെ ചേർത്തതാണെന്ന്. പഴയ ബ്രേക്കപ്പിന്റെ ചെറിയ പകയൊക്കെ കിടക്കുന്ന കാരണം ഈസിയായിട്ട് അവനൊരു ഡിവോഴ്സ് കൊടുക്കാൻ ദിയ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇനിയിപ്പോ ഡിവോഴ്സിന്റെ ആവശ്യമൊന്നുമില്ല, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓൾറെഡി തന്നെ ഇവൻ തയ്യാറാക്കി എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ദിയയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ആ രജിസ്ട്രാർ സത്യമൂർത്തിയും ഗൗതമും തന്റെ ഫ്രണ്ടും എല്ലാം ചേർന്നിട്ട് മദ്യപിക്കാൻ വേണ്ടിയിട്ട് കുപ്പിയെടുത്ത് തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഒരു കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ദിയെ കാണുന്നു. നിന്റെ മരിച്ചുപോയ വൈഫല്ലേ ആ നിൽക്കുന്നതെന്ന് സത്യമൂർത്തി ചോദിക്കുമ്പോൾ അത് സാറിന് തോന്നുന്നതായിരിക്കും, എനിക്കും പലപ്പോഴും അവൾ പ്രേതമായിട്ട് വരുന്നതായിട്ട് തോന്നുന്നൊക്കെ ഗൗതം പറഞ്ഞെങ്കിലും ആ സമയം അവൾ ഫോണിൽ സംസാരിക്കുന്നത്
നോക്കിയിരുന്ന് ശ്രദ്ധിച്ചപ്പോൾ തന്നെ സത്യമൂർത്തിക്ക് മനസ്സിലായി ഇവൻ ഇത്രയും നേരം പറഞ്ഞത് കള്ളമാണെന്നും അവൾ ജീവനോടെ ഉണ്ടെന്നും. കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ അടുത്ത് പോയി അവൾ സംസാരിക്കുകയും ചെയ്തു. അതോടെ ദിയയ്ക്കും സത്യങ്ങൾ മനസ്സിലായി തന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇവൻ റെഡിയാക്കിയെന്ന്. നീ ഇനി ഡിവോഴ്സ് വാങ്ങിക്കൊണ്ട് വരാതെ എന്തായാലും നിനക്ക് വിവാഹത്തിനുള്ള ഡേറ്റ് തരില്ല എന്ന് പറഞ്ഞിട്ട് സത്യമൂർത്തി അവിടെ നിന്നും പോയി. ജീവനോടെ ഇരിക്കെ അവളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയത് മോശമായി എന്ന് ഗൗതമൻ അറിയാം. അതിന് അവളോട് അവനൊരു സോറി പറയുന്നുണ്ട്. എന്നാൽ അവൾ തിരിച്ചു ചോദിക്കുന്നത് നിനക്ക് സോറിയൊക്കെ പറയാൻ ഇപ്പോൾ അറിയാമോ എന്നാണ്. കാരണം നേരത്തെ ഒരു സോറി പറയാത്തതിന്റെ പേരിലായിരുന്നു ഇവർ ബ്രേക്കപ്പ് ആയത്. അങ്ങനെ കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ദിയയുടെ അച്ഛനും ഗൗതമും തമ്മിൽ ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അച്ഛനോട് നീ ഒരു സോറി പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് നീ ഒരു സോറി പറയണമെന്ന് പറയുന്നു. ഗൗതം അത് സമ്മതിച്ച് സ്റ്റേജിൽ കയറി സോറി പറയാൻ നിന്നെങ്കിലും ആദ്യം അയാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു സംസാരിച്ചിരുന്നത്. എന്നെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ ഉപയോഗിക്കുകയായിരുന്നുവെന്നും നിങ്ങൾ ഈ ക്യാമ്പസിന് വേണ്ടിയിട്ട് ഒരു കാര്യവും നല്ലത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അയാളെ അപമാനിക്കുന്നത് കേട്ട് ദീക്ക് ദേഷ്യം വരുന്നു. നീ ചെയ്തത് ശരിയായില്ല എന്നും എന്റെ അച്ഛനെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അപമാനിക്കേണ്ടിയിരുന്നില്ല എന്നും സോറി പറയാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ അത് ആദ്യമേ നിനക്കങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു എന്നൊക്കെ അവൾ ചോദിക്കുന്നു. അവർക്കിടയിൽ അതുകൊണ്ട് തന്നെ കുറെ അകൽച്ചയുണ്ടായി. നീ ഒരു നല്ല വ്യക്തിയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ നിന്റെ ക്യാരക്ടർ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായതെന്ന് അവൾ പറയുന്നു. എന്നോട് അത്രയ്ക്ക് ഇഷ്ടമൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്തിനാ നീ എന്നെ വിവാഹം കഴിച്ചതെന്ന് അവൻ തിരിച്ചു ചോദിക്കുമ്പോൾ അത് വെറും ഒരു പേപ്പറും ഒരു സൈനുമാണ്, അതങ്ങ് കീറിക്കളഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ അവനോട് ബ്രേക്കപ്പായി അവിടെ നിന്നും പോവുകയായിരുന്നു. പ്രസന്റിലേക്ക് വരുന്നു. ഗൗതം വീണ്ടും സത്യമൂർത്തിയുടെ അടുത്ത് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ ഒരേ വാശിയിലായിരുന്നു. 20-ാം തീയതി നിനക്ക് വിവാഹത്തിനുള്ള ഡേറ്റ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് നീ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് കാണിച്ചെങ്കിലേ പറ്റൂ. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഗൗതം തന്റെ അച്ഛനെയും കൂട്ടി ഒരു വക്കീലിനെ കാണാനാണ് പോകുന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ രാമലിംഗത്തിന്റെ ശിഷ്യനായ ഗുണശേഖരനായിരുന്നു. അയാളോട് നടന്ന കാര്യങ്ങളെല്ലാം ഗൗതം പറയുന്നു. ഡിവോഴ്സ് വേണമെങ്കിൽ നിങ്ങളുടെ ആദ്യ ഭാര്യ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്നാണ് ഗുണശേഖരൻ പറയുന്നത്. അവളെ എങ്ങനെ കോടതിയിലേക്ക് കൊണ്ടുവരുമെന്ന് ചിന്തിച്ച് അവർ പുറത്തേക്കിറങ്ങിയതും അവിടെ വെച്ച് രാമലിംഗത്തിനെ കാണുന്നു. നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഗൗതം ഒരു കള്ളം പറയുന്നു. തന്റെ അച്ഛനും തന്റെ ചെറിയമ്മ പല്ലവിയും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി, അതിന്റെ പേരിൽ അച്ഛന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് ഇവിടേക്ക് വന്നതാണെന്ന്. അത് കേട്ടതും രാമലിംഗത്തിന് ദേഷ്യം വരുന്നു. ഇതുപോലൊരു ഫാമിലിയിലേക്ക് തന്റെ മകളെ അയക്കണമെന്ന് അയാൾ ഒന്നുകൂടി ചിന്തിക്കുന്നു. നിത്യയും അയാൾ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. അവളും തെറ്റിദ്ധരിക്കുന്നത് ഗൗതമിന്റെ അച്ഛൻ ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്നാണ്. പക്ഷെ അച്ഛൻ ചെയ്യുന്ന തെറ്റിന് എന്നെ എന്തിനാ ശിക്ഷിക്കുന്നത്? എന്റെയും നിത്യയുടെയും വിവാഹം നടത്തി തരണമെന്നും ഞങ്ങൾ വിവാഹശേഷം മറ്റൊരു വീട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് താമസിച്ചോളാമെന്നും ഗൗതം പറയുന്നു. ഗൗതമിന്റെ അച്ഛന് ഡിവോഴ്സിന്റെ കാര്യം അറിഞ്ഞതോടുകൂടി നിത്യയ്ക്ക് ഗൗതമിന്റെ അച്ഛനോടുള്ള സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ ഗൗതമിന്റെ അച്ഛനാകട്ടെ ആകെ ടെൻഷനിലായിരുന്നു. ഇവരെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞെങ്കിലും പല്ലവി എങ്ങാണ് ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ തന്നെ തെറ്റിദ്ധരിക്കുമെന്ന് അയാൾ പേടിച്ചു. പിറ്റേന്ന് ഓഫീസിലെത്തി കഴിയുമ്പോൾ ഗൗതമാകട്ടെ ദിയുടെ പിറകെ നടക്കുകയാണ്. എങ്ങനെയെങ്കിലും നീ ആ ഡിവോഴ്സ് പേപ്പറിലൊന്ന് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അവൾ അത്ര ഈസി ആയിട്ട് അവന് സൈൻ ചെയ്ത് കൊടുക്കില്ലായിരുന്നു. നിങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് നീ നിത്യയെ പറ്റിക്കാൻ പോകുകയല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീ നിന്റെ ഹസ്ബൻഡിനോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്തതെന്ന്. എന്നാൽ അവൾ പറയുന്നു, ഞാൻ എന്റെ ഹസ്ബൻഡിനോട് എല്ലാം പറഞ്ഞു എന്ന്. അത് കേട്ടതും അവനൊന്ന് ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവളെ ഒരു കാര്യം പറഞ്ഞിട്ടും അവന് ഭീഷണിപ്പെടുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഓഫീസിൽ അവൾ സൈൻ ചെയ്യുന്ന കണ്ടിട്ട് ആ സൈൻ കോപ്പി അടിക്കാൻ വരെ അവൻ ശ്രമിച്ചു. എന്നിട്ടും നടന്നില്ല. അതിനിടയ്ക്ക് നിത്യയുടെ ഫംഗ്ഷന് ഇവരെല്ലാവരും വീണ്ടും ഒത്തുകൂടുന്നു. ആ സമയത്ത് ഗുണശേഖരൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. രാമലിംഗത്തിന്റെ മരുമകനാകാൻ പോകുന്നത് ഗൗതമാണെന്ന് അറിഞ്ഞതോടുകൂടി ഗുണശേഖരനാകട്ടെ ഗൗതമനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആദ്യ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത് എന്റെ സാറിന് അറിയാമോ എന്ന്. അതൊക്കെ അറിയാമെന്നാണ് ആ നിമിഷം ഗൗതം കള്ളം പറയുന്നത്. ഗുണശേഖരനാകട്ടെ രാമലിംഗത്തിനോട് ചോദിക്കാൻ പോകുമ്പോൾ ഗൗതം ആ ഒരു സിറ്റുവേഷൻ വേറൊരു രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നു. തന്റെ അച്ഛന്റെ ഡിവോഴ്സിനെ പറ്റിയാണ് ഗുണശേഖരൻ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു രാമലിംഗത്തിനോട് ഗൗതം സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഗൗതമിന്റെ അച്ഛനാകട്ടെ ഗൗതമിന്റെ കൂട്ടുകാരനോട് ഈ ഡിവോഴ്സിന്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ആ സമയം ഗൗതമിന്റെ അച്ഛന്റെ പല്ലവിയുടെയും വിവാഹം നടക്കുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു ഓട്ടോക്കാരനില്ലേ, അയാൾ അവിടെ നിന്ന് ഇതൊക്കെ കേൾക്കുന്നു. പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുവന്ന് ഗർഭിണിയാക്കിയ ശേഷം ഇയാളിപ്പോൾ അവളെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണോ എന്ന് ആ ഓട്ടോക്കാരനെ തെറ്റിദ്ധരിച്ചിട്ട് അയാൾ പോയി ഇതെല്ലാം പല്ലവിയോട് പറയുന്നു. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഗൗതമിന്റെ അച്ഛൻ അറിയില്ലായിരുന്നു. അവളോടാകട്ടെ അവിടെ വെച്ച് സത്യങ്ങൾ തുറന്നു പറയാനും വയ്യ. അവളാകട്ടെ തെറ്റിദ്ധരിച്ച് അവിടെ നിന്ന് പിണങ്ങി പോവുകയും ചെയ്തു. അതിന്റെ കൂടെ ദിയയാകട്ടെ നിത്യയോട് പാതി സത്യങ്ങൾ തുറന്നു പറയുന്നു. ഗൗതമും താനും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതായിരുന്നുവെന്നും ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നുവെന്നും ആ സമയം അവിടെ വെച്ച് അവനൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ടായിരുന്നുവെന്നും അത് താനായിരുന്നു എന്ന് മാത്രം നിത്യയോട് ദിയ പറഞ്ഞില്ല. ഈ കാര്യങ്ങളെല്ലാം നിത്യയാകട്ടെ ഗൗതമനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അത് അറിവില്ലാത്ത പ്രായത്തില് ഒരു പെൺകുട്ടിയുടെ പ്രണയം തോന്നിയതാ, അല്ലാതെ വലിയ സീരിയസ് റിലേഷൻഷിപ്പ് ഒന്നും ആയിരുന്നില്ല എന്ന്. അവളിപ്പോൾ വേറെ വിവാഹമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുക, എന്നെ മാത്രം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിടുന്നില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ ദിയയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ നിത്യ അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ലൈഫിൽ ആദ്യത്തെ പ്രണയം ഞാനാണെന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പോൾ നീ മറ്റൊരു പെൺകുട്ടിയെ ആദ്യം പ്രണയിച്ചിരുന്നു എന്ന് പറയുന്നു. ഒരു റിലേഷൻഷിപ്പും ആദ്യം കള്ളം പറഞ്ഞുകൊണ്ട് നീ തുടങ്ങാൻ പാടില്ലായിരുന്നു. എന്നോട് നീ കാണിച്ചത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവനോട് പിണങ്ങിയിട്ടാണ് അവൾ അവിടെ നിന്നും പോകുന്നത്. ഇപ്പൊ ഗൗതമിന്റെ അവന്റെ അച്ഛന്റെ സിറ്റുവേഷൻ ഏകദേശം ഒരുപോലെയാണ്. പല്ലവി ഗൗതമിന്റെ അച്ഛനെ ഇട്ടിട്ട് പോയി, അതുപോലെ തന്നെ നിത്യയാകട്ടെ അവനോട് പിണക്കത്തിലുമാണ്. നിത്യയുടെ പിണക്കം എങ്ങനെയെങ്കിലും മാറ്റാന്ന് വെക്കാം, പക്ഷേ ഡിവോഴ്സ് നേടിയെടുത്തില്ലെങ്കിൽ 20-ാം തീയതി കല്യാണം നടക്കില്ല. അങ്ങനെ കുറെ ആലോചിച്ചപ്പോഴാണ് അവർക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. ആദ്യ വിവാഹത്തിൽ
വിവാഹത്തിലുള്ള ഭർത്താവ് ജീവനോടെ ഇരിക്കെ അയാളുടെ കയ്യിൽ നിന്നും ഡിവോഴ്സ് വാങ്ങാതെ രണ്ടാമതൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദിയയ്ക്കെതിരെ കേസെടുക്കാൻ പറ്റും. ആ കാര്യം പറഞ്ഞുകൊണ്ട് അവളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവളുടെ വീടിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഗൗതം ചെല്ലുന്നു. അവിടെ അവളുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരും അവളുടെ അച്ഛനും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കോളേജിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്ന ഗൗതമിനെ അയാൾ വീണ്ടും കണ്ടതും കൃഷ്ണപ്രസാദ് ആകട്ടെ നീ എന്തിനാ ഇവിടേക്ക് വന്നെന്ന് ചോദിക്കുന്നു. ഇനി എന്റെ മകളുടെ ജീവിതം നശിപ്പിക്കാനാണോ? അപ്പോഴാണ് കൃഷ്ണപ്രസാദിനോട് ഗൗതം നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. എനിക്ക് എന്തായാലും ഡിവോഴ്സ് കിട്ടിയെങ്കിലേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിന്റെ ഹസ്ബൻഡിനെ ഫാമിലി അറിയിക്കും. കാരണം അവരുടെ ടെൻഷൻ കണ്ടപ്പോ തന്നെ കിഷോറിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവള് തന്നോട് നേരത്തെ പറഞ്ഞത് കള്ളമാണെന്ന്. ദിയയുടെ ഹസ്ബൻഡിനോ ഫാമിലിക്കോ ഒന്നും തന്നെ ഇവളുടെ ആദ്യ രജിസ്റ്റർ മാരേജിനെ പറ്റി അറിയില്ലായിരുന്നു. ഒടുവിൽ കിഷോറിന്റെ ഭീഷണി കാരണം ദിയ അവളുടെ അച്ഛനും പറയുന്നുണ്ട് നീ പറയുന്ന സമയത്ത് ഞങ്ങൾ കോടതിയിലേക്ക് വരാമെന്ന്. അങ്ങനെ പിറ്റേന്ന് ഇവർ രണ്ടു കൂട്ടരും ഗുണശേഖരന്റെ മുന്നിലെത്തുന്നു. എന്തിനാ നിങ്ങൾ ശരിക്കും പിരിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഒരു സോറി പറയാത്തതിന്റെ പേരിലാണ് അടിയുണ്ടായതെന്ന് പറയുമ്പോൾ ഇതൊന്നും അത്ര വലിയ റീസൺ അല്ല, എന്തെങ്കിലും വലിയ റീസൺ കോടതിയിൽ കാണിച്ചെങ്കിലേ നിങ്ങൾക്ക് ഡിവോഴ്സ് ഈസി ആയിട്ട് കിട്ടുമെന്ന് പറയുന്നു. കുറച്ചുനേരം ആലോചിച്ചിട്ട് ഗുണശേഖരൻ തന്നെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞിട്ടും ദിയയ്ക്ക് കുട്ടികൾ ഉണ്ടാകില്ല, അത് കാരണം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളാണ്, അങ്ങനെ ഡിവോഴ്സ് വാങ്ങിക്കാൻ വന്നതാണെന്ന് പറയാം. ഇത് കേട്ടതോടെ ദിയ ആകെ ഡിസ്റ്റർബ്ഡ് ആയി. കാരണം യഥാർത്ഥത്തിൽ അവൾക്ക് കുട്ടികൾ ഉണ്ടാകില്ലായിരുന്നു. ആകെ സങ്കടത്തോടെ അവൾ പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോഴാണ് ഗൗതം കാര്യം അന്വേഷിക്കുന്നതും ദിയയുടെ അച്ഛൻ സത്യം തുറന്നു പറയുന്നതും. അത് കേട്ടതോടെ ഗൗതം ആകെ സങ്കടപ്പെട്ടിട്ട് ഗുണശേഖരനോട് പറയുന്നുണ്ട് കോടതിയിൽ അങ്ങനെ പറയണ്ട, എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ മതി, അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണമെന്ന് കോടതിയിൽ അവതരിപ്പിച്ചാൽ മതിയെന്നും. അത് പുറത്ത് വിഷമിച്ചിരുന്ന അവളെ അവൻ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ പേരിൽ നീ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ലെന്നും നിനക്ക് നല്ലൊരു ഹസ്ബൻഡിനെ തന്നില്ലേ, ഉറപ്പായിട്ടും സമയമാവുമ്പം നീ ഒരു അമ്മയാകുമെന്ന്. അവൾ അത്രയൊക്കെ അവനെ ദ്രോഹിച്ചിട്ടും അവളോട് ഇത്ര സ്നേഹത്തോടെ അവൻ പെരുമാറുന്ന കണ്ടിട്ട് കൃഷ്ണപ്രസാദും ആകെ സങ്കടപ്പെട്ട് ദിയോട് പറയുന്നുണ്ട് ഇവൻ ഇത്രയും നല്ലവനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന്. കാരണം കോടതിയിൽ നിന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവന് കുട്ടികൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഗുണശേഖരനോട് അവൻ പറഞ്ഞിരിക്കുന്നത്. അന്ന് ശരിക്കും നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആകാൻ കാരണം ഞാനായിരുന്നു. അത് കേട്ടതും ദിയ ഞെട്ടി. അപ്പോഴാണ് കൃഷ്ണപ്രസാദ് നടന്ന കാര്യങ്ങൾ പറയുന്നത്. കൃഷ്ണപ്രസാദിന് ആദ്യമേ തന്നെ ഗൗതമനെ ഇഷ്ടമല്ല. തന്റെ മകളെയും അവനെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് ഗൗതമനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ ഒന്നിക്കുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. അയാൾ വെറുതെ പറയുകയാണെന്നാ ഗൗതം കരുതിയത്. പക്ഷെ പിന്നീട് ഒരു ദിവസം ആക്സിഡന്റ് ആയി അയാൾ കിടക്കുന്ന കണ്ടപ്പോൾ ഗൗതം ആകെ ടെൻഷനായി അവിടേക്ക് ചെല്ലുന്നു. അയാൾ പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷെ മരിച്ചില്ല. അടുത്ത തവണ എന്തായാലും ഞാൻ ആത്മഹത്യ ചെയ്യും. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കില്ല. അതോടെ ഗൗതം ആകെ ഡിസ്റ്റർബ്ഡ് ആയി. താൻ കാരണം അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഇന്നും ആ കുറ്റബോധം തന്റെ മനസ്സിലുണ്ടാകും. അത് കാരണം അയാൾ ആഗ്രഹിക്കുന്ന പോലെ ദിയെ വിട്ടിട്ട് പോകാനായിരുന്നു അവൻ തീരുമാനിച്ചത്. പക്ഷെ ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവൾ എന്തായാലും പിറകെ വരും. അതുകൊണ്ടാണ് അന്ന് അയാളുടെ റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ വെച്ചിട്ട് അത്രയും പേരുടെ മുന്നിൽ അയാളെ നാണം കെടുത്തിയത്. സോറി പറയാനൊക്കെ അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവർ തമ്മിലുള്ള നാടകമായിരുന്നു. ദി അതെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. തന്റെ അച്ഛനെ അപമാനിച്ചതിന്റെ പേരിൽ ഗൗതവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് അവൾ പോവുകയും ചെയ്തു. തന്റെ ലൈഫിലെ വില്ലൻ തന്റെ അച്ഛനായിരുന്നു, ഗൗതം അല്ലാന്ന് മനസ്സിലാക്കിയ നിമിഷം ദി ശരിക്കും സങ്കടപ്പെട്ടു തുടങ്ങിയിരുന്നു. അതേസമയം പല്ലവിയുടെ പേരൻസ് ആകട്ടെ ഗൗതമിന്റെ അച്ഛനുമായിട്ട് പല്ലവിയുടെ ഡിവോഴ്സ് നടത്താനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അവളുടെ സാധനങ്ങളെല്ലാം വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. മകന്റെ ലൈഫ് സെറ്റാക്കാൻ പോയിട്ട് സ്വന്തം ലൈഫ് നഷ്ടപ്പെടുന്ന അവസ്ഥയായി ആ അച്ഛന്. അവരോട് സത്യങ്ങൾ തുറന്നു പറയാൻ അയാൾ ശ്രമിച്ചെങ്കിലും ആ സമയം രാമലിംഗവും നിത്യ അവിടേക്ക് വന്നത് കാരണം അത് പറയാനും പറ്റിയില്ല. നിത്യയാകട്ടെ അവനോട് പറയുന്നുണ്ട് കുറച്ചുകൂടി നന്നായിട്ട് തന്നെ രജിസ്റ്റർ മാരേജിൽ വെച്ചിട്ട് നമ്മുടെ വിവാഹം നടത്താം, വെറും സിമ്പിൾ ആയിട്ട് നടത്തണ്ട എന്ന്. അതിനെപ്പറ്റി സംസാരിക്കാനായിരുന്നു അവള് വന്നത്. ആ സമയമാകട്ടെ അവന്റെ ഫ്രണ്ട് അവന്റെ കയ്യിൽ ഒരു റിപ്പോർട്ട് കൊണ്ടുകൊടുക്കുന്നു. ദൈവമായിട്ട് ഇവന് ഡിവോഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവന് കുട്ടികൾ ഉണ്ടാകില്ല എന്ന് കാണിക്കുന്ന ഒരു ഫേക്ക് റിപ്പോർട്ട് തയ്യാറാക്കാൻ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് ഇവന്റെ കൂട്ടുകാരൻ അത് കൊണ്ടുകൊടുത്തതും നിത്യയുടെ അച്ഛൻ അതെന്താണെന്നറിയാൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി. ഇവന് കുട്ടികൾ ഉണ്ടാകില്ല എന്ന് കണ്ടുകൊണ്ട് അയാളും നിത്യയോട് പറയുന്നുണ്ട് ഈ വിവാഹം വേണ്ട എന്ന്. എന്നാൽ നിത്യ എല്ലാവരോടും പറയുന്നുണ്ട് ഞാൻ ഗൗതമിനെയാണ് സ്നേഹിച്ചത്, അല്ലാതെ ഭാവിയിൽ ഞങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെയല്ല. വിവാഹത്തിന് മുമ്പ് എത്ര പേർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കും, അവൻ അറ്റ്ലീസ്റ്റ് ടെസ്റ്റെങ്കിലും ചെയ്തു നോക്കിയില്ലേ? അങ്ങനെ ചിന്തിച്ച ആ മനസ്സുള്ള അവനെ മാത്രം മതി എനിക്ക്. ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യും. തനിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നറിഞ്ഞിട്ടും നിത്യ തന്നെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന കണ്ടിട്ട് അവൾ എത്രത്തോളം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഗൗതമന് മനസ്സിലായി. ആ അവളെയാണ് തന്റെ ആദ്യത്തെ മാരേജിനെ പറ്റിയുള്ള സത്യങ്ങളൊന്നും തന്നെ പറയാതെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓർക്കുമ്പോൾ അവനും വിഷമമുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ മാരേജിന്റെ തലേ ദിവസമായി 11 മണിക്കാണ് മാരേജ്. 10 മണി കഴിയുമ്പോൾ ദിയയുടെയും ഗൗതമിന്റെയും ഡിവോഴ്സിനുള്ള ഹിയറിംഗ് ആണ് കോടതിയിൽ. 9:30 ഗൗതമിന്റെ അച്ഛന്റെയും പല്ലവിയുടെയും ഡിവോഴ്സിന്റെ ഹിയറിംഗും. വിവാഹത്തിന് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയായിരുന്നു നിത്യയും രാമലിംഗവും. ആ സമയം രാമലിംഗത്തിന്റെ ഒരു അസിസ്റ്റന്റ് വന്നിട്ട് അയാളോട് പറയുന്നുണ്ട് ഗൗതമിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവൻ ആദ്യമേ തന്നെ വിവാഹം കഴിച്ചതാണ്, ഇപ്പോൾ ഡിവോഴ്സിന് വേണ്ടിയിട്ട് കോടതിയിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണെന്ന്. ആ സമയം തന്നെ ഗുണശേഖരനും രാമലിംഗത്തിനെ വിളിച്ചിട്ട് നിങ്ങളുടെ മരുമകന്റെ ഡിവോഴ്സ് ഇന്നാണെന്ന് പറയുന്നു. അതോടുകൂടി രാമലിംഗത്തിന് ഈ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് മനസ്സിലായി. അയാൾ നിത്യയെ അവന്റെ ആദ്യത്തെ മാരേജിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നു. അത് കണ്ട് അവൾ ശരിക്കും തകർന്നുപോയി. ഈ വിവാഹത്തിന് നീ പോകണ്ട എന്ന് രാമലിംഗം പറഞ്ഞെങ്കിലും അവൾ പറയുന്നുണ്ട് അവൻ ഇത്രയും കാലം എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ,
ഇനിയും ഏതറ്റം വരെ അവൻ എന്നെ പറ്റിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ആ രജിസ്റ്റർ ഓഫീസിൽ പോകും. എനിക്കറിയണം അവൻ ഇനി എന്തൊക്കെ കള്ളങ്ങളാ പറയുന്നതെന്ന്. കോടതിയിൽ ആദ്യം വിളിച്ചത് ഗൗതമിന്റെ അച്ഛന്റെയും പല്ലവിയുടെയും കേസായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെ ഏജ് ഗ്യാപ്പ് കണ്ടപ്പോ തന്നെ ജഡ്ജി അവർക്ക് ഡിവോഴ്സ് ആദ്യമേ കൊടുക്കാൻ തുടങ്ങി. എന്നാൽ ആ സമയം ഗൗതമിന്റെ അച്ഛൻ എല്ലാ സത്യങ്ങളും പല്ലവിയോട് തുറന്നു പറയുന്നു. തന്റെ നെഞ്ചില് അവളുടെ പേര് ടാറ്റു ചെയ്തിരിക്കുന്നത് വരെ കാണിച്ചു കൊടുക്കുന്നു. സത്യങ്ങളെല്ലാം കേട്ടതോടുകൂടി പല്ലവി വീണ്ടും ഗൗതമിന്റെ അച്ഛന്റെ കൂടെ ഒന്നിച്ചു. ഗൗതം അപ്പോഴും ദിയയുടെ കൂടെയുള്ള ഡിവോഴ്സ് വാങ്ങിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ദിയയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അപ്പോഴാണ് ദിയയുടെ അച്ഛൻ വിളിച്ചിട്ട് പറയുന്നത് ദിയ എല്ലാ സത്യങ്ങളും തന്റെ ഹസ്ബൻഡ് ആര്യോട് തുറന്നു പറഞ്ഞുവെന്നും അവൻ അവളെയും കൂട്ടി എങ്ങോട്ടോ പോയിരിക്കുകയാണെന്നും. ഉറപ്പായിട്ടും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും. ഇനി അവൾ ഡിവോഴ്സിന് വരില്ലാന്ന് ഗൗതം ചിന്തിച്ചു നിൽക്കുമ്പോൾ ദിയ ആകട്ടെ തന്റെ ഹസ്ബൻഡ് ആര്യയുടെ കൂടെ അവിടേക്ക് വരുന്നു. സത്യങ്ങളെല്ലാം അവളായിട്ട് തുറന്നു പറഞ്ഞതുകൊണ്ട് അയാൾക്ക് അതിലൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഡിവോഴ്സിന് വേണ്ടിയിട്ട് അവരെ രണ്ടുപേരെയും കോടതിയിലേക്ക് വിട്ടു. മ്യൂച്വൽ ഡിവോഴ്സ് ആയതുകൊണ്ടും ഗൗതമിന് കുട്ടികളുണ്ടാകില്ല എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതുകൊണ്ടും പെട്ടെന്ന് തന്നെ ഇവർക്ക് ഡിവോഴ്സ് കിട്ടി. ആ പേപ്പർ ഗൗതമിന്റെ കൂട്ടുകാരൻ നേരെ രജിസ്റ്റർ ഓഫീസർ കൊണ്ടു കൊടുക്കുന്നു. കാരണം സത്യമൂർത്തി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 11 മണിക്ക് മുമ്പ് ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ ഈ വിവാഹം നടക്കൂവെന്ന്. ആ സമയം നിത്യ ചോദിക്കുന്നുണ്ട് ഇത് എന്ത് പേപ്പറാണെന്ന്. ഗൗതമിന്റെ കൂട്ടുകാരൻ കള്ളം പറയുന്നത് അതവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെന്നാണ്. ഇനി എത്ര കള്ളം പറയുന്ന ആലോചിച്ച് നിൽക്കുകയായിരുന്നു നിത്യ. ആ സമയം ഗൗതം അവിടേക്ക് വരുന്നു. തന്നോടവൻ സത്യം പറയുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നിൽക്കുകയായിരുന്നു നിത്യ. എന്നാൽ അവനാകട്ടെ സത്യമൂർത്തി പറഞ്ഞ പ്രകാരം രജിസ്റ്ററിൽ സൈൻ ചെയ്യാൻ വരികയായിരുന്നു. പക്ഷെ സൈൻ ചെയ്യുന്നതിന് തൊട്ടു മുന്നേ അവനാകട്ടെ ദിയയുടെ ഹസ്ബൻഡ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലോർക്കുന്നു. സത്യങ്ങൾ ദിയയുടെ വായിൽ നിന്ന് തന്നെ കേട്ടതുകൊണ്ടാണ് അവളുടെ ഹസ്ബൻഡ് അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കൂടെ ഈ കോടതിയിലേക്ക് വന്നത്. മറ്റാരെങ്കിലും ആയിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നേനെ. അതുകൊണ്ട് റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് കള്ളത്തരത്തിലൂടെ തുടങ്ങരുതെന്നും എല്ലാ സത്യങ്ങളും നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് തുറന്നു പറയണമെന്നും അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൗതം ആ നിമിഷം നിത്യയുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ഞാൻ നിന്നെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു. എന്നെപ്പോലൊരു പെൺകുട്ടിക്ക് നല്ലൊരു വ്യക്തിയെ തന്നെ ഹസ്ബൻഡായിട്ട് കിട്ടും. എന്നെപ്പോലൊരാളെയല്ല നീ സ്വീകരിക്കേണ്ടതെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോയി. അവരുടെ വിവാഹം മുടങ്ങിയെങ്കിലും അവൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞത് കാരണം നിത്യയ്ക്ക് അവനോടുള്ള ദേഷ്യമൊക്കെ കുറഞ്ഞു തുടങ്ങിയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് കാണിക്കുന്നത് നിത്യയും ഗൗതമും അപ്പോഴും ഫോണിലൂടെ വഴക്കുണ്ടാക്കുകയും പരസ്പരം ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ചെയ്യുന്നതും ഒക്കെയായിരുന്നു. ഇതെല്ലാം തന്നെ രാമലിംഗവും കാണുന്നുണ്ട്. അവനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചതല്ലേ, പിന്നെന്തിനാ നീ അവനുമായിട്ട് ഈ വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ആ സമയമാണ് അയാളുടെ അസിസ്റ്റന്റ് അയാളോട് പറയുന്നത് നിങ്ങളല്ലേ പറഞ്ഞത് യഥാർത്ഥ പ്രണയത്തില് വഴക്കുകൾ ഉണ്ടാകുമെന്ന്. ഇവരിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വഴക്കിടുകയും പരസ്പരം വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യുകയൊക്കെ തുടങ്ങിയിരിക്കുന്നു. അതിനർത്ഥം ഇവർ വീണ്ടും പ്രണയത്തിലായി എന്നാണ്. നിത്യയോടും അയാൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. ഇത്രയും കാലം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് പ്രണയമായിരുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ശരിക്കും പ്രണയമുണ്ടെന്ന് അയാൾ പറയുന്നു. അങ്ങനെ രാമലിംഗമായിട്ട് തന്നെ നിത്യയും കൂട്ടി ഗൗതമിന്റെ വീട്ടിലേക്ക് പോവുകയും അവരുടെ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്യുന്നു. നിത്യയും ഗൗതമും ഒന്നിക്കുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക.